ഹമാസിനെ ഇല്ലാതാക്കും വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് യുഎൻ പൊതുസഭയിൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ബന്ദികളിൽ ബാക്കിയുള്ള 20 പേരെ തിരിച്ചയച്ച് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഹമാസിലെ ഒരാളെയും ബാക്കി വെക്കില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. അതിനിടെ നെതന്യാഹു സംസാരിക്കാനെത്തിയപ്പോൾ പൊതുസഭയിൽ നിന്ന് നിരവധി പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. Which I renamed Operation Rising Lion. That's from the Bible. This 12-day war will go down in the annals. Please order in the hall. Please order in the hall. Please order in the hall. Please order in the hall and please be seated. അതേസമയം പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തെത്തിയെന്ന സൂചനയും ട്രംപ് നൽകി. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ UN പൊതുസഭയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിഷേധങ്ങളെല്ലാം ഒരു പ്രതീക്ഷയായി നമുക്ക് മുന്നോട്ട് വെക്കാം. ഒപ്പം ട്രംപിന്റെ വാക്കുകളും, ട്രംപ് പറയുന്നതിനെ എത്രത്തോളം വിശ്വസിക്കാം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഒരു വെടിനിർത്തൽ കരാർ അത് മുന്നിലുണ്ട്, ആ ഉടമ്പടിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള സൂചന അത് വലിയ പ്രതീക്ഷയാണ്. ഒപ്പം വെസ്റ്റ് ബാങ്ക് കൂടി കീഴടക്കാൻ നെതന്യാഹുവിനെ സമ്മതിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയതിലും ലോക രാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷ ഉണ്ട്, അല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിലുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോവുകയും ചെയ്തത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇന്നലെ UN പൊതുസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കുന്നു. അതായത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങും വരെ ഗാസയിലെ ഈ രക്തച്ചൊരിച്ചിൽ ഞങ്ങൾ തുടരും, ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധം അത് തുറന്നു കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ 20 ബന്ദികൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്, അവരെ ഞങ്ങൾക്ക് നൽകുക, അവരെ തിരികെ നൽകിക്കൊണ്ട് ആയുധം താഴെ വെക്കുക. അതല്ല എങ്കിൽ ഇനി കാണാൻ പോകുന്നത് കണ്ടു തന്നെ അറിഞ്ഞോളൂ എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ഭീഷണി സ്വരത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു ഇന്നലെ UN പൊതുസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുകയും ചെയ്ത്. അദ്ദേഹത്തിന് ആദ്യം നെതന്യാഹു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ വലിയ ബഹളം UN പൊതുസഭയിൽ ഉണ്ടാവുകയും 100-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് പൊതുസഭയിൽ നിന്ന് ഇത് വാക്കൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഉണ്ടായിരുന്നു. കൂക്കി വിളിച്ചുകൊണ്ടായിരുന്നു ഈ രാജ്യത്തെ പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയും ചെയ്ത്. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവരും ഈ രീതിയിൽ കൈയടിച്ചുകൊണ്ട് ഈ ഒരു നീക്കത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും തന്നെ അതൊന്നും തന്നെ വിലപ്പോയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെയാണ് ഈ വാക്കൗട്ടിൽ പങ്കെടുക്കുകയും ഈ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതൊക്കെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. വൈകാതെ തന്നെ ഗാസയിൽ ഒരു സമാധാനത്തിലേക്ക് വരും, ഗാസയിലെ ജനങ്ങളുടെ ദുരിതം അവസാനിക്കുമെന്നൊക്കെ തന്നെയാണ് നമുക്ക് കരുതാനാവുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നെതന്യാഹുവിനെതിരെ രംഗത്ത് വരികയും ഒപ്പം തന്നെ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അവ അംഗീകരിക്കുകയും ചെയ്ത പ്രഖ്യാപനമൊക്കെ വരികയും ചെയ്തു. പിന്നാലെയായിരുന്നു നെതന്യാഹുവിൻ്റെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നത്. ഞങ്ങളിനി വെസ്റ്റ് ബാങ്കിലേക്ക് കടക്കുകയാണ്, വെസ്റ്റ് ബാങ്ക് അധിനിവേശവുമായി മുന്നോട്ട് പോകുകയാണ്. ഗാസയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ വെസ്റ്റ് ബാങ്കിൽ നടക്കുകയും ചെയ്യും. ഒരു തരത്തിലും പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഈ നെതന്യാഹു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുമൊക്കെ സമാനമായ രീതിയിലുള്ള ചില ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ ട്രംപ് വരുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ ഈ ഒരു നീക്കത്തെ ഭയത്തോടു കൂടിയാണ് കാണുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ അത് മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കും വെല്ലുവിളിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായി
ഉണ്ടായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഈ അറബ് രാഷ്ട്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും വെസ്റ്റ് ബാങ്ക് അധിനിവേശം സാധ്യമല്ല, അതിന് ഇസ്രായേലിനെ തങ്ങൾ അനുവദിക്കില്ല, ഒരു തരത്തിലും താൻ അതിന് അനുമതി നൽകില്ല, അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും നടക്കാൻ പോകില്ല, അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ആരും കരുതേണ്ട എന്ന രീതിയിലുള്ള ഒരു കർക്കശമായിട്ടുള്ള നിലപാട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൂചന കൂടി ട്രംപ് നൽകുകയും ചെയ്യുന്നു. ഉടൻ തന്നെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമെന്ന് പറയുകയും ചെയ്യുന്നു. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രംപിന്റെ വാക്കാണ്, പഴയ ചാക്ക് പോലെയുള്ള വാക്കുകൾ തന്നെയാണ് ട്രംപ് പല തരത്തിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ സമാധാനം ഉറപ്പാക്കുമെന്ന് പറയുകയും തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകൾ തന്നെ ആ നിലപാട് മാറ്റിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗാസ മുനമ്പിൽ ഈ വലിയ രീതിയിൽ രക്തച്ചൊരിച്ചിൽ തുടരുമ്പോഴും ഒരു മൗന അനുവാദത്തിന് പുറമെ ഒരു പരസ്യമായ അനുവാദം ട്രംപിന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് UN പ്രമേയം അവതരിപ്പിച്ചപ്പോൾ വീറ്റോ ചെയ്തത് US മാത്രമായിരുന്നു. 15 രാജ്യങ്ങളിൽ 14 രാജ്യങ്ങളും അതിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 15ാമത്തെ രാജ്യം എന്ന രീതിയിൽ US അതിൽ വീറ്റോ ചെയ്ത് പുറത്തു പോവുകയും ആ ഒരു പ്രമേയം അംഗീകരിക്കപ്പെടാതെ പോവുകയും നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ 6 തവണയാണ് ഈ പ്രമേയത്തെ എതിർത്തുകൊണ്ട് US വോട്ട് ചെയ്യുകയും ചെയ്തത്. അത്തരത്തിൽ ഉള്ള സാഹചര്യവും ഒരു വർഷം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഖത്തറടക്കമുള്ള രാജ്യങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് തെല്ലൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. അറബ് രാഷ്ട്രങ്ങൾക്കിടയിലെ അമേരിക്കൻ സ്വാധീനം, പ്രത്യേകിച്ച് നമുക്കറിയാം അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ നയതന്ത്ര തലത്തിലായാലും മറ്റ് തലത്തിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും അല്ലെങ്കിൽ ആ രീതിയിൽ അവരുമായി വ്യാപാരം നടത്തി മുന്നോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക തങ്ങൾക്കൊപ്പമുണ്ട് എങ്കിൽ മറ്റൊരു രാഷ്ട്രവും തങ്ങൾക്ക് നേരെ വരില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം അറബ് രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റിക്കുന്ന തരത്തിലായിരുന്നു ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ആക്രമണം ദോഹയ്ക്ക് നേരെ ഉണ്ടാകുന്നത്, ഖത്തറിന് നേരെ ഉണ്ടാകുന്നത്. അതൊക്കെ അറബ് രാഷ്ട്രങ്ങളെ മാറി ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തുടക്കം, അതിനുവേണ്ടി ഒരു തുടക്കം ഇട്ട് കൊടുക്കുക എന്ന് വേണം നമുക്ക് കരുതാൻ. പിന്നാലെ റഷ്യ രംഗത്ത് വരുന്നു, അറബ് രാഷ്ട്രത്തിലെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഒരു തരത്തിലും ഇനി ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ട്രംപിന്റെ വാക്കുകൾ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ യാഥാർത്ഥ്യമായാൽ ഒരു പക്ഷേ ഗാസയിലെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ രക്തച്ചൊരിച്ചിലിന് ഒരു പരിഹാരമാകും. ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനത്തിന്റെ നാളുകൾ വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ആര്യ, ട്രംപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് പ്രാബല്യത്തിൽ വരട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.